ഹായ്, ഞാൻ സുബിൻ VR. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയം ഡിസംബർ 31 വരെ നീട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ പലരും കരുതുന്ന ഒരു കാര്യമാണ് ഡിസംബർ 31 വരെ സമയമുണ്ടല്ലോ, തിരക്ക് പിടിച്ച് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ഡിസംബർ 31 വരെ അല്ലെങ്കിൽ ഡിസംബർ എൻഡ് വരെ കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? ശരിക്കും നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള ടൈം എപ്പോഴാണ്? ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലുള്ള ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ GSTയുമായി ബന്ധപ്പെട്ട പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഒരാളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള സമയം അയാളുടെ ഇൻകം ടാക്സ് റിട്ടേണിന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഇൻകം ടാക്സ് റിട്ടേണിന്റെ സ്വഭാവം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇൻകം ടാക്സ് റിട്ടേൺ ഫോമുകളല്ല, ITR1, ITR2 അല്ലെങ്കിൽ 3, 4 എന്നുള്ള ഫോമുകളല്ല. സ്വഭാവം അനുസരിച്ച് ഒരാളുടെ ഇൻകം ടാക്സ് റിട്ടേണിനെ 4 കാറ്റഗറി ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് റീഫണ്ട് റിട്ടേൺ, മറ്റൊന്ന് ടാക്സ് പേയബിൾ റിട്ടേൺ, വേറൊന്ന് വരുന്നത് നോ ലാബിലിറ്റി. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ലാബിലിറ്റി ഒന്നും അടയ്ക്കാനായിട്ടില്ല, പക്ഷെ ഒരു കംപ്ലൈൻസിന്റെ മാറ്ററായിട്ട് അദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്യുന്നു. മറ്റൊരു ടൈപ്പ് റിട്ടേൺ ഉള്ളത് ഷെയർ ട്രേഡിംഗുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടൈപ്പ് റിട്ടേൺ ആണ്. അതായത് ലോസ് ക്യാരി ഫോർവേഡ്, ആ വർഷം ലോസ് ഉണ്ട്, അത് ക്യാരി ഫോർവേഡ് ചെയ്യണം, ആ ടൈപ്പ് റിട്ടേൺ. ബേസിക്കലി അപ്പോൾ നമ്മൾ ഇത്തരം 4 കാറ്റഗറി ഓഫ് റിട്ടേണുകളാണ് സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് റീഫണ്ട് റിട്ടേണുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ റീഫണ്ട് റിട്ടേൺ സമർപ്പിക്കാനായിട്ട് ഡിസംബർ 31 അല്ലെങ്കിൽ ഡിസംബർ വരെ കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അറ്റ് ദ ഏർലിയസ്റ്റ് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുക. ഇപ്പോൾ ഇൻകം ടാക്സ് വെബ്സൈറ്റുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാക്സിമം സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ ഒരിക്കലും ഡിസംബർ 31 വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഉടനെ തന്നെ നിങ്ങളുടെ റീഫണ്ട് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ 26 IASൽ നിങ്ങളുടെ കംപ്ലീറ്റ് TDS ഇപ്പോൾ തന്നെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. കഴിഞ്ഞ വർഷം റീഫണ്ടിനായി റിട്ടേൺ സമർപ്പിച്ച ആളുകൾക്ക് റീഫണ്ട് ലഭിച്ചത് 2 മാസം മുതൽ 1 വർഷം വരെ കാലതാമസം എടുത്തിട്ടാണ് റീഫണ്ട് ലഭിച്ചത്. അപ്പോൾ നിങ്ങളുടെ റീഫണ്ട് റിട്ടേണുകളാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടാക്സ് പേയബിൾ കാറ്റഗറി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാറ്റഗറിയാണ് ടാക്സ് പേയബിൾ കാറ്റഗറി. അതായത് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കാനായിട്ട് ബാക്കി നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി 10,000 രൂപയിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഈ ടാക്സ് ലയബിലിറ്റി അടയ്ക്കേണ്ടതായിരുന്നു. ഒരു പക്ഷേ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് നിങ്ങളുടെ ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സെക്ഷൻ 234B 234C പ്രകാരം ഓരോ മാസവും ഇൻട്രസ്റ്റ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടാക്സ് പേയബിൾ ആയിട്ടുള്ള ഒരു റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ ഒട്ടും താമസിക്കാതെ തന്നെ ഇപ്പോൾ തന്നെ ഫയൽ ചെയ്യാനായിട്ട് നോക്കുക. 10,000 രൂപയിൽ കൂടുതലാണ് നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി എങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് പേയബിൾ എന്നുള്ളൊരു ഫിഗർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സെക്ഷൻ 234B പ്രകാരം ഓരോ മാസവും ഏപ്രിൽ മാസം കഴിഞ്ഞിട്ടുള്ള ഓരോ മാസത്തിനും നിങ്ങൾ 1% ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി 1 lakh രൂപയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒക്ടോബറിലാണ് നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നതെങ്കിൽ ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ 7,000 rupees നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും 1 lakh രൂപയ്ക്ക്. ദെൻ നിങ്ങൾ ഡിസംബറിലാണ് അടയ്ക്കുന്നതെങ്കിൽ 2 months ഇൻട്രസ്റ്റ് കൂടി 2,000 rupees കൂടി അഡീഷണൽ ആയിട്ട് അടയ്ക്കേണ്ടി വരും. ഇത് സെക്ഷൻ 234B പ്രകാരമുള്ള ഇൻട്രസ്റ്റ് മാത്രമാണ്. സെക്ഷൻ 234C പ്രകാരം അഡ്വാൻസ് ടാക്സ് അടയ്ക്കാത്തതിനുള്ള ഇൻട്രസ്റ്റ് കൂടി മറ്റു വഴിയിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് ടാക്സ് പേയബിൾ ആയിട്ടുള്ള റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ അറ്റ് ദ ഏർലിയസ്റ്റ്, കാരണം ഇൻകം ടാക്സ് റിട്ടേൺ ഇപ്പോൾ ഫയൽ ചെയ്യാനായിട്ട് റെഡിയാണ്, നിങ്ങൾ ഉടനെ തന്നെ ടാക്സ് അടച്ച് റിട്ടേൺ ഫയൽ ചെയ്യും. ഡിസംബർ വരെ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അടുത്ത കാറ്റഗറി റിട്ടേൺ ലോസ് റിട്ടേൺ ആണ്. നിങ്ങൾ ഷെയർ ട്രേഡിംഗുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിനുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ലോസ് ഉണ്ട്. നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സിലോ ഓപ്ഷൻസിലോ ഇൻട്രാഡേയിലോ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ലോങ് ടൈം ഇത്തരം കാറ്റഗറിയിൽ നിങ്ങൾക്ക് ലോസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോസ് ക്യാരി ഫോർവേഡ് ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്യൂ ഡേറ്റിന് മുമ്പ്, ഇപ്പോഴത്തെ നിലയിൽ ഡിസംബർ 31 മുൻപ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡാറ്റ എല്ലാം ബ്രോക്കറുടെ കയ്യിൽ നിന്ന് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ആണ് നിങ്ങളുടെ കയ്യിൽ ഡാറ്റ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അറ്റ് ദ ഏർലിയസ്റ്റ് തന്നെ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലാസ്റ്റ് മിനിറ്റ് റഷിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടില്ല. ഒരുപക്ഷെ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിലാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കാതെ വരും. അപ്പോൾ നിങ്ങളുടെ നഷ്ടം കറക്റ്റ് സമയത്ത് റിട്ടേൺ ഫയൽ ചെയ്ത് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അടുത്ത വർഷങ്ങളിൽ ലാഭവുമായിട്ട് നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ലോസ് റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ അറ്റ് ദ ഏർലിയസ്റ്റ് തന്നെ റിട്ടേൺ ഫയൽ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് വരെ ഒരിക്കലും നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമില്ല. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോ ലയബിലിറ്റി റിട്ടേൺ. അതായത് നിങ്ങളുടെ ടാക്സ് എല്ലാം അടച്ചിട്ടുണ്ട്, ഒരു കംപ്ലൈൻസ് എന്നുള്ളതിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുകയാണ്. ഈ കാറ്റഗറിയിൽ വരുന്ന ആളുകളാണെങ്കിൽ പോലും നിങ്ങളുടെ
എല്ലാ ഇൻഫർമേഷൻസും കറക്റ്റ് ആണ്, എല്ലാ ഇൻഫർമേഷൻസും അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഒട്ടും താമസിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യാം. ഏത് കാറ്റഗറിയിലുള്ള ആളുകളായാൽ പോലും നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ്, എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ റിവൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ റിവൈസ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ആ അസസ്മെന്റ് ഇയറിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്. അതായത് മാർച്ച് 31, 2022 ആണ് കഴിഞ്ഞ സാമ്പത്തിക വർഷവുമായി ബന്ധപ്പെട്ട് വരുന്ന അവസാന തീയതി, റിട്ടേൺ റിവൈസ് ചെയ്യാനുള്ള അവസാന തീയതി. അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ റിവൈസ് ചെയ്യാനുള്ള ഒരു കുഷ്യൻ പീരീഡ് നിങ്ങൾക്ക് കുറച്ച് എക്സ്റ്റെൻഡഡ് ആയിട്ട് കിട്ടും. നിങ്ങൾ ഇപ്പോൾ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിയർലി 5 months നിങ്ങൾക്ക് ഒരു കുഷ്യൻ പീരീഡ് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനായിട്ട് ലഭിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഡിസംബർ എൻഡിലാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 3 മാസം മാത്രമാണ് മാക്സിമം നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു ടൈം പീരീഡ്. അതുകൊണ്ട് തന്നെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന എല്ലാവരും അറ്റ് ദ ഏർലിയസ്റ്റ് നിങ്ങളുടെ ഡാറ്റ എല്ലാം കറക്റ്റ് ആണ്, നിങ്ങൾക്ക് ഡാറ്റ എല്ലാം അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ലാസ്റ്റ് ഡേറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ചാനലിന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.